കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ ഉൾനാടൻ ജലാശയങ്ങളിൽ പോള നിറഞ്ഞ് ജനജീവിതം ദുരിതപൂർണമാകുന്നു. ജനങ്ങളുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലാക്കുന്ന പോള നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങളോ മറ്റ് അധികൃതരോ നടപടികൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുമ്പോൾ തോടുകളിലെ പോള വാരി സ്വന്തം ബോട്ടിന് വഴിതെളിക്കാനുള്ള ശ്രമത്തിലാണ് കല്ലറ സ്വദേശി സുരേഷ് കുമാർ. കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ പല ഉൾനാടൻ ജലാശയങ്ങളിലും വെള്ളം കാണാനാകാത്ത പോലെയാണ് പോള നിറഞ്ഞിരിക്കുന്നത്. ബോട്ടുകൾക്കോ എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കോ ഈ ജലാശയങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ചരക്ക് നീക്കത്തിനും മറ്റുമായി റോഡുകളേക്കാൾ കൂടുതൽ തോടുകളെയാണ് ഇവിടങ്ങളിൽ ആളുകൾ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് യാത്രാ തടസ്സം മാത്രമല്ല, പോള മൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ട് ശുദ്ധജല ലഭ്യത പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പോള മൂലം വരുമാനമാർഗമടഞ്ഞ നിരവധി പേരിൽ ഒരാളാണ് കല്ലറ സ്വദേശിയായ സുരേഷ് കുമാർ. 1.5 വർഷം മുമ്പ് വാങ്ങിയ ബോട്ട് മാസങ്ങളായി വിശ്രമത്തിലാണ്. ബോട്ട് ഓടാതായതോടെ ഇത് വാങ്ങാനായി എടുത്ത വായ്പയുടെ തിരിച്ചടവും മുടങ്ങി. കല്ലറ SBI ബാങ്കിൽ നിന്നാണ് നമുക്ക് PMEGP സ്കീമിൽ നമുക്ക് ലോൺ അനുവദിച്ചത്. 4 മാസമായിട്ട് നമുക്ക് പെൻഡിങ് ആണ്. ഈ തോടിൻ്റെ ശോചനീയാവസ്ഥ കാരണം വന്ന ഗസ്റ്റുകളിട്ട് കയറുന്നതുമില്ല, നമുക്ക് ബോട്ട് ചലിപ്പിക്കാൻ പറ്റുന്നുമില്ല. വഴിമുടക്കിയ പോളകൾ മാറ്റിക്കെട്ടുന്നതിനായി സുരേഷ് പല വാതിലുകളും മുട്ടി. എന്നാൽ ഒരിടത്തു നിന്നും ഒരു സഹായവും ലഭിക്കാതെ വന്നതോടെ പോള വാരി മാറ്റാൻ സ്വയം രംഗത്തിറങ്ങി. ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിലൂടെ കല്ലറ പഞ്ചായത്തിൽ കിലോമീറ്ററുകളോളം ദൂരമാണ് തോട് വൃത്തിയാക്കിയത്. ഒരു 31 ദിവസം മെനക്കെട്ടതിന് ശേഷമാണ് ഒരു തോട് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റിയത്. അതിനകത്ത് നമുക്ക് ആരും പുറത്തുനിന്നൊന്നും ആരും ഒരു സഹായമൊന്നും ചെയ്തിട്ട് ഈ 1ാം ഘട്ടം തീർന്നു. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം ഇന്ന് തുടങ്ങിയേക്കുവാണ്. ഇതിനകത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഇതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല നമുക്ക് വേണ്ടി. സുരേഷിന്റെ പരിശ്രമം കണ്ട് വള്ളങ്ങളും ബോട്ടുകളും ഒക്കെയുള്ള മറ്റു ചിലരും പോള വാരാൻ സന്നദ്ധരായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏതായാലും തന്റെ ഒറ്റയാൾ പോരാട്ടം ഫലം കണ്ടു തുടങ്ങിയ സന്തോഷത്തിലാണ് സുരേഷ്. അമൃത ന്യൂസ്, കോട്ടയം.